ഷാബ ഷെരീഫ് കൊലക്കേസിലെ പ്രോസിക്യൂട്ടറായിരുന്ന ശ്രീ കൃഷ്ണൻ നമ്പൂതിരിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്തൊക്കെയാണ് ഇത് നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം? ഇത് നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഒന്ന്, ശവശരീരം കിട്ടിയിട്ടില്ല. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഇയാളുടെ വളരെ ചെറിയ കഷ്ണങ്ങളായി പുഴയിലിട്ട് പോയി എന്നുള്ളത് കൊണ്ട് ശവശരീരമോ അതിൻ്റെ അവശിഷ്ടങ്ങളോ കിട്ടിയില്ല. പക്ഷേ അതിന് ഒന്നുണ്ട്, എത്ര സമർത്ഥമായിട്ടും അതുപോലെ തന്നെ ആസൂത്രണത്തോടു കൂടി ചെയ്താലും ഒരു കണ്ണി തെളിവ് അവിടെ അവശേഷിക്കും എന്നുള്ള ഒരു സത്യമുണ്ട്. അപ്പോൾ അത് അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് വളരെ ശാസ്ത്രീയമായ പരിശോധനകൾ നടന്നു വന്നപ്പോൾ ഒരു മുടി, 42 മുടികൾ കിട്ടിയതിൽ ഒരു മുടി, അതിന് പക്ഷേ റൂട്ട് ഉണ്ടായിരുന്നില്ല, കട്ട് ചെയ്തിട്ടുള്ള മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാധാരണ രീതിയിലുള്ള ഓട്ടോസോമൽ DNA, നമ്മൾ DNA എന്ന് പരിശോധിക്കുന്നതുകൊണ്ട് കഴിയില്ലായിരുന്നു. അപ്പോൾ അതിന് ഈ മൈറ്റോകോൺഡ്രിയൽ DNAയിലൂടെ മെറ്റേണൽ ലീനിയേജ് തെളിയിക്കാൻ സാധിച്ചു. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്താ വെച്ചാൽ 1.5 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ ഫുട്ടേജ് ഉണ്ട്. ഇയാൾ ചങ്ങലയിൽ തടവിൽ നിൽക്കുന്ന അത് ഇതിലെ മാപ്പുസാക്ഷിയായിട്ടുള്ള നൗഷാദ് എടുത്തതാണ്. ആ വീഡിയോ ഫുട്ടേജും 16/8/2020 ഉച്ചയ്ക്ക് 2:12 എടുത്തത് എന്നും അത് ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നും തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശാസ്ത്രീയ അടിത്തറയിൽ. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഇപ്പോൾ ഈ വരുന്ന കാലങ്ങളിലും കൂടുതൽ സജ്ജമാവണം എന്നുള്ള ഒരു മെസ്സേജ് കൂടി തരുന്നുണ്ട്. മറ്റ് 9 പേരെ വെറുതെ വിട്ടത് നിരാശ നൽകുന്നത് ഇല്ല, നിരാശയുടെ പ്രശ്നമില്ല. ഒരു കേസ് എന്ന് പറയുമ്പോൾ ആ കേസിൽ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ കേസും ശിക്ഷിക്കാൻ വേണ്ടിയല്ല, അതിലെ സത്യം എത്രത്തോളം നമുക്ക് തെളിയിക്കാൻ സാധിച്ചു, അത് വെറുതെ വിട്ടു എന്നതിനർത്ഥം നിരപരാധികൾ എന്നുള്ള ആ വ്യാഖ്യാനത്തിലല്ല. അതിൽ അവർക്കെതിരെ തെളിയിക്കാൻ അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. ഈ കാലം 3 വർഷത്തെ ഡിലേ വരുന്നതോടുകൂടി അതിൽ പങ്കെടുത്ത പല ആളുകളുടെയും പങ്ക് തെളിയിക്കാനുള്ള മറ്റു തെളിവുകൾക്ക് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വിധി പൂർണ്ണമായും പഠിച്ചതിന് ശേഷം മാത്രമേ ഏത് തരത്തിലുള്ള ശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, അത് കുറ്റക്കാരനാണെന്ന് കണ്ടു എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ തട്ടിക്കൊണ്ടുവന്നു എന്നും തടവിൽ പാർപ്പിച്ചു എന്നും അയാളെ കൊലപ്പെടുത്തി എന്നും തെളിയിക്കാൻ കഴിഞ്ഞു. കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ പ്രോസിക്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയാനുള്ള കാരണം അതിൽ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ തട്ടിക്കൊണ്ടിരുന്ന അതിൻ്റെ മുഴുവൻ ജഡ്ജ്മെൻറ്റ് വായിച്ചാലേ അതിൽ എങ്ങനെയാണ് അതിൽ തെറ്റി എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് തട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കൊല്ലാനുള്ള ഉദ്ദേശമല്ല. അതുപോലെ ഇയാൾ ഒരു ചവിട്ടി ഇയാൾ വീണു മരണപ്പെട്ടു എന്നുള്ളതാണ്. ആ സമയത്തും കൊല്ലാനുള്ള ഉദ്ദേശം ഇല്ല എന്നതായിരിക്കാം. ഞാനത് വിധി കണ്ടിട്ടില്ല, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്നത് പ്രിമച്ചുറാണ്. പക്ഷേ എങ്കിലും അത് ആ രീതിയിലായിരിക്കും. എന്നാലും ഇയാൾ നരഹത്യ അവിടെ നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നാണ്. വരുംകാലത്ത് മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കേസിലുണ്ടായിട്ടുണ്ടല്ലേ? കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയും അന്വേഷണത്തിൻ്റെ ദിശ ഭാവിയിൽ നിർണ്ണയിക്കുന്നത് ഈ ശാസ്ത്രീയ തെളിവുകളും അതിൻ്റെ വളരെ സമഗ്രമായിട്ടുള്ള ഈ തെളിവുകളുടെ ശേഖരണവുമാണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണൻ നമ്പൂരിയാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് എന്തുകൊണ്ട് ഈ ഒരു കേസ് നിർണായകമാകുന്നു, എന്തുകൊണ്ടൊരു നാഴികക്കല്ലാവുന്നു എന്ന കാര്യമാണ് അദ്ദേഹം വളരെ വിശദമായി വ്യക്തമാക്കിയത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, News 18.